ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലുള്ള ഒരു ആഗ്രഹം കൂടി പങ്കുവെക്കട്ടെ. ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഒരു ലാലേട്ടൻ പടം വേണ്ട. ഞാൻ വളരെ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ 4-5 സിനിമയ്ക്ക് ഫിനാൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. നല്ലൊരു സിനിമ വരട്ടെ. കാരണം മലയാളത്തിൻ്റെ ഇതിഹാസങ്ങളാണല്ലോ. മലയാള സിനിമ എപ്പോഴും നമ്മൾ കാണേണ്ടത് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന ആ എലമെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മളതങ്ങനെ അവരെ ഒന്നും വിസ്മരിച്ച് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അവരുണ്ടെങ്കിലേ ഉള്ളൂ ഈ ഇതൊക്കെ ഉള്ളൂ. അവരുടെ ഒരു ഇത് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കൂടുതൽ അടുപ്പം മമ്മൂക്കയാണ്. ഇപ്പോൾ ഞാൻ ലാലേട്ടനുമായിട്ട് ഭയങ്കര അടുപ്പത്തിലുള്ള ആളാണ്. ഇങ്ങനെ വന്ന ഒത്തിരി പടങ്ങളുണ്ട് കൂട്ടുതന്നെ കേട്ടോ. 4-5 പടങ്ങൾ ഇങ്ങനെ ഈ വന്നിട്ടുണ്ട്. രോമാഞ്ചം ഇങ്ങനെ വഴിതെറ്റി വന്ന കുഞ്ഞാടിനെ നമ്മൾ പിടിച്ച് കൂട്ടിക്കേറ്റിട്ടതാണ്. പിന്നെ ഒരാഗ്രഹം കൂടി, ഒരു ദിലീപേട്ടൻ പടം, ദിലീപേട്ടൻ വെച്ചൊരു ഗുഡ് വിൽ പടം പ്രതീക്ഷിക്കാമോ? വിദൂര ഇതിലെങ്കിലും എത്രയും പെട്ടെന്ന് നടക്കും, ഒരു സംശയം. എത്രയും പെട്ടെന്ന്. ശരൺ സാർ, ഇതിൻ്റെ കാസ്റ്റിങ് അതിലേക്കൊന്ന് വരാം. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അരൺസിയർ ലോപ്പസ്, മനസ്സിലാദ്യം ഇവരൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, ഇവരൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തയ്യാറാക്കിയ ഒരു പിച്ച് ഡെക്കിൽ കൂടെ ഇവരുടെ 3 പേരുടെയും പേരുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ അപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണെന്നോ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സിനിമ ചെയ്യാൻ പറ്റുന്നൊന്നും ആ സമയത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു വലിയ കാത്തിരിപ്പായിരുന്നു. പക്ഷേ കഥ കേട്ടപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ അത് കണക്റ്റായി. ഒരു ബേസിക് കണക്ഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിൽ ഇവർക്ക് മാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സിനും. ഇപ്പം നമുക്ക് തോമസ് ഉണ്ട് ആനന്ദത്തിൽ അഭിനയിച്ച, പിന്നെ അതുകൂടാതെ ഇതിന്റെ ആദ്യ പ്രൊഡ്യൂസർക്ക് പെട്ടെന്ന് കണക്റ്റായി. അത് പറഞ്ഞല്ലോ. ഓക്കെ, ആദ്യ പ്രൊഡ്യൂസർക്ക് പെട്ടെന്ന് കണക്റ്റായി. ജെമിനി ഫുക്കാൻ എന്ന് പറയുന്ന ഒരു ആസാമിയാണ്. അസാമീസ് അല്ലേ, അസാമിക്കരിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം വന്നത്. അപ്പോൾ അത് ഭയങ്കര രസകരമായ കഥയാണ്. അത് നമുക്ക് പറഞ്ഞു അല്ല, അത് പിന്നീട് ഒരിക്കലും ആകുന്നതായിരിക്കും. ജെമിനി ഫുക്കാൻ ആണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ വിധിയോ പ്രകൃതിയോ പ്രപഞ്ചമോ അവരെ മാറ്റി നിൽക്കപ്പെടുകയും അവരുടെ സ്ഥാനത്ത് ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് വരികയും ചെയ്തു. ഇങ്ങനെ വന്ന ഒത്തിരി പടങ്ങളുണ്ട് കൂട്ടുതന്നെ കേട്ടോ. 4-5 പടങ്ങൾ ഇങ്ങനെ ഈ വന്നിട്ടുണ്ട്. രോമാഞ്ചം ഇങ്ങനെ വഴിതെറ്റി വന്ന കുഞ്ഞാടിനെ നമ്മൾ പിടിച്ച് കൂട്ടിക്കേറ്റിട്ടതാണ്. അപ്പം അങ്ങനെ സംഭവിച്ച എല്ലാം നല്ലതിന്. തീർച്ചയായിട്ടും ഇതും നല്ലതായി വരട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട് രോമാഞ്ചം ഒരു മറ്റൊരു പ്രമുഖ, പേര് പറയുന്നില്ല, ഒരു പ്രമുഖ പ്രൊഡ്യൂസർ എടുത്ത് വന്നപ്പോൾ അദ്ദേഹം അത് കണ്ടപ്പോൾ ഇത് ഹിറ്റാവോ എന്നൊക്കെയുള്ള സംശയം. പ്രമുഖരൊന്നൊന്നുമല്ല, മലയാള സിനിമ ഇൻഡസ്ട്രി മൊത്തം കണ്ടതാണോ? അത് ഞാൻ നമ്മുടെ ഒരു ഗുണം പറയാൻ വേണ്ടി പറയുന്നതല്ല. മലയാള സിനിമയിൽ ഇനി അത് കാണാത്തതായിട്ട് ആരുമില്ല. പ്രേക്ഷകർ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ സിനിമ കണ്ടത്. പക്ഷേ അത് നമ്മൾ വന്നപ്പോൾ നമ്മളത് എനിക്കൊരു ഫ്രണ്ടുണ്ട്, ശ്രാവൺ. പുള്ളി നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശ്രാവണിൻ്റെ കെയർ ഓഫിലാണ് ജോൺ പോൾ ഇതുമായിട്ട് നമ്മൾ എത്തിപ്പെടുന്നത്. അതിനുശേഷം അത് നമ്മുടെ വീട്ടിൽ കണ്ട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടെ നിന്നാണത് ടേക്ക് ഓഫ്. കുടുംബമായിട്ട് തന്നെ കണ്ടു. ഞങ്ങൾ അങ്ങനെ എല്ലാ പടങ്ങളും ഇപ്പോൾ കിഷ്കിന്ദ കാണ്ടൊക്കെ നമ്മൾ ഈ നാരായണി ഞങ്ങളുടെ വീട്ടിൽ കണ്ടല്ലോ. നമ്മൾ ആദ്യത്തെ ഷോ എപ്പോഴും വീട്ടിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീട്ടിലെല്ലാവരും ഞാൻ പടം കാണിക്കും. അപ്പോൾ അത് നമുക്ക് അവരുടെ ഒരു മാനറിസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിഷ്കിന്ദകാന്ഡം കാണുമ്പോൾ എൻ്റെ അമ്മ കരയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന എൻ്റെ മോള്, അത് ജെഫി, അവൾ അതിങ്ങനെ സസൂക്ഷ്മം വന്ന് നോക്കി ഒരു നിമിഷം പോലും അതിൽ നിന്ന് മാറാതെ നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കാം, ഇത് കൊള്ളാമല്ലോ. ഇവർ കൂടി അവരെൻ്റെ അമ്മയും മക്കളും ഒക്കെ ആണെങ്കിലും അവരും ഒരു പ്രേക്ഷകരാണ് ആ സമയത്ത്. അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ അവരെ പോലെയുള്ള മാനറിസമുള്ള ആളുകളുണ്ടല്ലോ കേരളത്തിൽ, നമ്മൾ ചിന്തിക്കും. സാർ പറഞ്ഞായിരുന്നു സക്സസ് സമയത്ത്, സാർ പറഞ്ഞായിരുന്നു സാറിൻ്റെ ഒരു ലക്കി ചാം എന്ന് പറഞ്ഞ സാറിൻ്റെ മകൻ്റെ ആ ഒരു എൻ്റെ മക്കള് എനിക്ക് വലിയ ഭാഗ്യമാണ്. സെലക്ട് ചെയ്യുന്നതിൽ അല്ല, അവൻ ഭയങ്കരമായിട്ട് വായിക്കും. ഇപ്പം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേര് പറയുന്നില്ല, ഒരു പ്രമുഖനായ നടൻ
അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അത് എൻ്റെ പെമ്മക്കളെ വായിച്ചിട്ട് അവർ കൊടുത്തപ്പോൾ അവർ ഞാൻ പുള്ളിക്ക് തോന്നി അതേ തോട്ടാണ് അവർക്ക് തോന്നിയത്. അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവർ സിനിമയായിട്ട് നിൽക്കണം നിർബന്ധം തോന്നുന്നില്ല. പക്ഷേ എനിക്കിഷ്ടം അതാണ്. ഗുഡ്വില്ലൊക്കെ നോക്കി അവരും എനിക്ക് ശേഷവും ഇത് നടന്നു പോകണം. താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഗുഡ്വില്ലിലെ 2 ലോഗോയിലെ 2 ചക്രങ്ങളാണ്. അത് ആ ചക്രം ഇങ്ങനെ ഓടി 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 പോട്ടെ, എനിക്ക് ശേഷം അങ്ങനെ പോട്ടെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു സിനിമ ഒരു സംവിധായകൻ്റെ സ്വപ്നമാണ്. ഇപ്പോൾ രോമാഞ്ചോയിലൊക്കെ ആ സംവിധാന സ്വപ്നം നമ്മൾ മറ്റൊരാൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ അയാൾ അതിനെ വളരെ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കണേ എന്നുള്ള മനസ്സുമായിട്ടായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. പക്ഷെ അവരവിടെ കാണിക്കുന്ന ഒരു നിരാശ ചിലപ്പോൾ ഒരു സംവിധായകനെ ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിപ്പിച്ചേക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഗുഡ്വിൽ അതിനെ താങ്ങി നിർത്തുന്നു എന്ന് പറയുന്നത് കൊടുക്കുന്നൊരു പ്രതീക്ഷ, അത് സാറിനോട് സിനിമയോടുള്ള ആ ഒരു ഊർജ്ജവും സ്നേഹവും കാരണം തന്നെയാണോ? സംശയമാണ്. എനിക്ക് സിനിമ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗുഡ്വില് എന്ന് പറയുന്ന സിനിമയുമായിട്ട് ഒത്തിരി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന കമ്പനിയാണത് പലതരത്തിലും. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഗുഡ്വില് നടത്തിപ്പുകാരൻ എന്ന നിലയിൽ ബ്ലാക്ക് ടിക്കറ്റ് എടുത്തു എന്ന് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ സിനിമയിൽ നമുക്ക് പ്രൊഡക്ഷനുണ്ട്, സ്റ്റുഡിയോയുണ്ട്, നമ്മൾ പാട്ട് അക്വയർ ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ അക്വയർ ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുന്നു. ഇനി വിസ്മരിക്കപ്പെടാത്ത ഒരു വലിയ കാര്യമുണ്ട്. മലയാള സിനിമയുടെ പുറത്തേക്ക് പോയാൽ, അതായത് കുറച്ച് പുറകോട്ട് നടന്ന് നോക്കിയാൽ, ഫിലിമിൽ നിന്ന് HD വരുന്നൊരു ട്രാൻസ്ഫോർമേഷൻ കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ HD സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരുന്നത് ആൾ ഞാനാണ്. ആ HD സ്റ്റുഡിയോയിൽ പനമ്പള്ളി നേറിലായിരുന്നു ഹാർഡ് ഡിസ്ക് തരാൻ വന്നിരുന്ന ഒരാളെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വേറൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നയാൾ. അല്ലെങ്കിൽ അവിടെ ക്യാമറ അസിസ്റ്റൻ്റായി വന്ന, അല്ലെങ്കിൽ അവിടെ എഡിറ്റിംഗ് പഠിക്കാൻ വന്ന, അല്ലെങ്കിൽ അവിടെ കളറ് ചെയ്യാൻ വന്ന ആളുകളൊക്കെ ഇന്ന് മലയാള സിനിമയിലെ വലിയ രാജാക്കന്മാരാണ്. നമ്മളൊന്നും അവരുടെ പേരുകൾ പറയുന്നില്ല. ഇനി ആ സ്റ്റുഡിയോയിലേക്ക് വലതുകാല് വെച്ച് കയറിയ ആളാണ് ഉണ്ണി മുകുന്ദൻ ഇന്ന് 100 കോടി അടിച്ച് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പിടിച്ച ആൾ ഞാനാണ്. അപ്പം നമ്മളിതൊന്നും അവകാശപ്പെടുന്നില്ല. ഇതെല്ലാം ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നതല്ലാതെ നമ്മുടെ കഴിവൊന്നുമല്ല. മനസ്സിലായോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്റ്റുഡിയോ തുടങ്ങുന്ന കാലത്ത് എനിക്കിത് എന്താണെന്ന് പോലും അറിയത്തില്ല. എന്താണ് HD, ഹൈ ഡെഫിനിഷൻ? ഐ ഡോണ്ട് നോ വാട്ട് ഈസ് എക്സാക്ട്ലി ദാറ്റ്. അപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, പ്രമോദ് പപ്പൻ, അവരാണ് എനിക്ക് ആ ഇൻസ്പിറേഷൻ തരുന്നത്. മമ്മൂക്കയായിട്ടുള്ള സഹവാസമാണ് ഈ HD ഒക്കെ നമ്മൾ പഠിക്കാൻ കാരണം. അങ്ങനെ നമ്മളത് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടാണ് ഞാനതിന് മൂലധനം കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ, അപ്പം അതുകൊണ്ട് സിനിമയിലേക്ക് നമ്മൾ വരുമ്പോൾ സിനിമയിൽ എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് തിക്താനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് താനും. അപ്പോൾ ഇതെല്ലാം കൂടുന്ന സുഖവും ദുഃഖവും എല്ലാം കൂടുന്നതല്ലേ, കയറ്റവും ഇറക്കവും വളവും എല്ലാം കൂടുന്നതാണ് സിനിമ. ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾക്കും തൻ്റെ സിനിമ വിജയിക്കുമെന്നോ സിനിമ 100 കോടി നേടുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. സിനിമ സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞാലേ, ഈ സിനിമ സംഭവിച്ചാലേ ശരൺ വേണുഗോപാൽ എന്ന് പറഞ്ഞ ആളുള്ളൂ. ഗുഡ്വില് ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ മുന്നോട്ടൊക്കെ ആ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. ഈ പാവത്തിന് അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ വരണമെങ്കിൽ ഈ സിനിമ സക്സസ്ഫുൾ ആകും. എനിക്ക് തോന്നുന്ന ഈ സിനിമ ആരും മോശം പറയില്ല. ഇതെൻ്റെ ഒരു തോന്നലാണ്. ആ സിനിമയിലൊരു സിനിമയുണ്ട്. ആ സിനിമ ആളുകൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് ചില എലമെൻറ്റുകളൊക്കെ വർക്കൗട്ടായാൽ ശരൺ വേണുഗോപാൽ അല്ലെങ്കിൽ ഗുഡ്വില്ലിന് ശരണ നാരായണിയും പ്രിയപ്പെട്ടവരായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ ശരൺ സാർ, ഇപ്പോൾ മറ്റൊരു പ്രൊഡ്യൂസറായിരുന്നു. ആ പ്രൊഡ്യൂസറിന് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ പടം മുന്നോട്ട് കൊണ്ടുപോവാണ്. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ പ്രൊഡക്ഷൻ അതിൻ്റെ പൈസ ഇല്ലായ്മയാണ്. പണം അവരുടെ ഇല്ലാത്തത് കൊണ്ട് അവർ മാറിയതാണ്. അവരെ കുറ്റപ്പെടുത്തരുതേ. അവർ പറഞ്ഞ വേർഷൻ
അവർക്ക് കിട്ടാവുന്ന പൈസ വന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അവർക്ക് പൈസ വന്നില്ല എന്ന് പറയുന്നതാണ് നമുക്ക്. അല്ലാതെ സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ഈ സിനിമയിലൊരു സിനിമയുണ്ട്. ആ സിനിമ നമ്മൾ 27ാമത്തെ സിനിമയായതുകൊണ്ട് അത്രയും നാളത്തെ അനുഭവം കൊച്ചു പറഞ്ഞാൽ ഈ സിനിമ ആരും മോശമെന്ന് പറയത്തില്ല. ഇറ്റ്സ് എ ഗുഡ് മൂവി. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ശരൺ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ആദ്യം അത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിലെ വിശ്വാസമാണ്. ഈ സിനിമ കൊണ്ടുള്ള ഗുണങ്ങൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് നല്ലത് വരട്ടെ, നമ്മളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഗുണം വരട്ടെ. തീർച്ചയായിട്ടും. പിന്നെ സാർ, മറ്റൊരു ചോദ്യം. ഫഹദ് ഫാസിലിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു അപ്ഡേറ്റ് പുറത്തു വിട്ടായിരുന്നു. രഞ്ജി പണിക്കർ സാറിൻ്റെ തിരിച്ചുവരവ് ആ അപ്ഡേറ്റിൽ കണ്ടിരുന്നു. റിട്ടൺ ഡയറക്റ്റഡ് ബൈ രഞ്ജി പണിക്കർ, സ്റ്റാറിങ് ഫഹദ് ഫാസിൽ. അത് നിർമ്മിക്കുന്നത് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. സാർ, അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാമോ? അല്ല, അത് രഞ്ജിയേട്ടൻ അവിടെ നിന്ന് എഴുതി, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല, അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് തീർന്നു. 2 പടങ്ങളാണ് രഞ്ജിയേട്ടൻ ചെയ്യാൻ പോകുന്നത്. അതിൽ 2 സ്ക്രിപ്റ്റ് കഴിഞ്ഞു. അതിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫഹദിൻ്റെ പടമാണ്. ഫഹദാണ് അതിൻ്റെ നായകൻ. പിന്നെ രവിവർമ്മൻ എന്ന് പറയുന്ന ഒരാളാണ് അത് ക്യാമറ ചലിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് അവരുടെ സൗഹൃദത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരാളാണ് അതിന് മ്യൂസിക് കൊടുക്കുന്നത്. ചർച്ച എന്തായാലും ഈ വർഷം അത് സിനിമ ഉണ്ടാവും. ഓക്കെ. സാർ, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലുള്ള ഒരു ആഗ്രഹം കൂടി പങ്കുവെക്കട്ടെ. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഒരു ലാലേട്ടൻ പടം വേണ്ട. ഞാൻ വളരെ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ 4-5 സിനിമയ്ക്ക് ഫിനാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഫോർച്ചുനേറ്റ് നടന്നില്ല. നല്ലൊരു സിനിമ വരട്ടെ. കാരണം മലയാളത്തിൻ്റെ ഇതിഹാസങ്ങളാണല്ലോ. മലയാള സിനിമ എപ്പോഴും നമ്മൾ കാണേണ്ടത് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന ആ എലമെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മളതങ്ങനെ അവരെയൊന്നും വിസ്മരിച്ച് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അവരുണ്ടെങ്കിലേ ഉള്ളൂ ഇതൊക്കെ ഉള്ളൂ. അവരുടെ ഒരു ഇത് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കൂടുതൽ അടുപ്പം മമ്മൂക്കയോടാണ്. പോലും ഞാൻ ലാലേട്ടനുമായിട്ട് ഭയങ്കര അടുപ്പത്തിലുള്ള ആളാണ് ഞങ്ങൾ. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും ആൻ്റണി ചേട്ടൻ പുള്ളിനെ ഇങ്ങനെ തോളത്ത് വെച്ചിരിക്കുകയായിരുന്നു, മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൈയൊന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ അതിവിദൂരമല്ലാതെ അത് സാധ്യമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ സംഭവിക്കുന്നതാണല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ പറയുന്ന പോലെ സിനിമ ആർക്കും പറ്റില്ലല്ലോ. ഒരാൾക്കും ഇന്നയാളെ വെച്ച് ഇന്ന സമയത്ത് സിനിമ ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. സിനിമ സംഭവിക്കുന്ന. പിന്നെ ഒരാഗ്രഹം കൂടി, ഒരു ദിലീപേട്ടൻ പടം, ദിലീപേട്ടൻ വെച്ചൊരു ഗുഡ്വിൽ പടം പ്രതീക്ഷിക്കാമോ? വിദൂര ഇതിലെങ്കിലും എത്രയും പെട്ടെന്ന് നടക്കും. ഓക്കെ, ഒരു സംശയം, എത്രയും പെട്ടെന്ന് നടക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നാരായണീൻ്റെ 3 ആൺമക്കൾ ഇനി റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യ സിനിമയാണ്, ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയാണ്. എന്താണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് റിലീസിങ് അടുക്കുന്ന ഈ വേളയിൽ? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും സിനിമ പോയി കാണണം തന്നെയാണ്. നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഒരു നല്ല സിനിമയായിരിക്കും അത്. നല്ല വിശ്വാസമുണ്ട് എനിക്ക്. അതിനുള്ള കഥയുണ്ട്. ഇപ്പം നേരത്തെ ചോദിച്ചാൽ പറഞ്ഞത് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന ഒരു കഥ എന്ന് തോന്നിപ്പിക്കുന്ന എലമെൻറ്റ്സ് ഇതിനകത്തുണ്ട്. നിങ്ങൾ എൻഗേജിങ് ആയിട്ട് ബോറടിപ്പിക്കാതെ അവസാനം വരെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് ഉള്ള ഒരു ആകാംക്ഷ തരുന്ന ഒരു എലമെൻറ്റ് ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം, അഭിപ്രായങ്ങൾ പറയണം. തീർച്ചയായിട്ടും. ജോബി സാറിന് എന്താണ് പറയാനുള്ളത്? അവസാനം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കഴിഞ്ഞ 26 സിനിമയും വിജയിപ്പിച്ച മലയാളത്തിലെ നല്ലവരായ പ്രേക്ഷകരോട് നിങ്ങളുടെയും കൂടി ഇതാണ് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ്. ആ ചക്രത്തിനകത്ത് നിങ്ങളുമുണ്ട്. അതുകൊണ്ട് ദയവായി എല്ലാവരും ഈ സിനിമ പോയി കാണണം. ഈ സിനിമ ഗുഡ്വില്ലിന് എല്ലാ സിനിമ പോലെയും ഫേവറേറ്റാണ്. എന്നാൽ ഇതിനകത്ത് ഒരു നല്ല സിനിമയുണ്ട്, നല്ല ഒരു കുടുംബ സിനിമയുണ്ട്. അതുകൊണ്ട് ഈ ഡയറക്ടറെ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭമാണ്. ഇനിയും 10, 20, 30 സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണമെങ്കിൽ ഈ സിനിമയുടെ വിജയം ഒരു വലിയ ഊർജ്ജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടും ഉള്ള പ്രതിബദ്ധതയും ഗുഡ്വില്ലിനെ മറക്കരുത്. ഞാനും നിങ്ങളിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും പോയി സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നാരായണൻ്റെ 3 ആൺമക്കൾ പ്രേക്ഷകർക്ക് ഒരു മികച്ച അനുഭവമായി മാറട്ടെ. താങ്ക് യു സോ മച്ച്.